ഇന്നത്തെ ഉച്ചയൂണിന് ഈ ഒരു പാവയ്ക്ക വെച്ചൊരു റെസിപ്പി തയ്യാറാക്കിയല്ലോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പൊതുവേ പാവയ്ക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും താല്പര്യമില്ലാത്തൊരു വെജിറ്റബിളാണ്. പക്ഷേ ഇത് നമുക്ക് താല്പര്യമില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരും. ചെയ്തിട്ടില്ലാത്തവരും ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പത്തിനുള്ള ഒരു പാവയ്ക്ക. ഇത് മതിയാക്കും നമുക്കിന്ന് വിഴുക്ക് വരട്ടാൻ. അപ്പോൾ ആ പാവയ്ക്കയുടെ കൂടെ നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എടുത്തോളൂ. സവാള ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരു 2 നീളത്തിലുള്ള എരിവില്ലാത്ത പച്ചമുളക്, പിന്നെ കറിവേപ്പില 2 ആദ്യം ഞാൻ ഈ പാവയ്ക്കേനെ ഒന്ന് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൊടി ഇതിൽ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതവിടെ ഇരുന്നോട്ടെ. വലിയ സമയമൊന്നും വേണ്ട മസാല പിടിക്കാനായിട്ട്, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇനിയൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഇപ്പം മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ പാവയ്ക്ക് മിക്സില്ലേ ആ മസാല പുരട്ടിയത് ഇതിലൊന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഡീപ്പായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതിയാകും. അപ്പോൾ ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ബാക്കി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും, അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികളായിട്ട് നേരത്തെ ചേർത്ത് കൊടുത്ത പൊടികൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കയും കൂടെ ഇതിലിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാവയ്ക്ക വിഴുക്ക് ഇവിടെ തയ്യാറാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.